കയ്യിന്ന് പോയി ബാലു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ സമയം 11 മണി രാത്രി, കയ്യിന്ന് പോയി. അപ്പൊ ഓർക്കും എന്താന്ന് ചോദിക്കല്ലോ, ഒന്നും ഇല്ലാട്ടോ വെറുതെ ഇരിക്കണ. കൈ വിറയ്ക്കുന്നുണ്ടല്ലോ, കയ്യിന്ന് പോയതല്ല, എതിരാളി കൈ വിറയ്ക്കുന്നതാണ്, അത് പോയതായിട്ട് തോന്നുന്നതാണ്. അങ്ങനെ തോന്നുന്നതാണല്ലേ? അതൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. സീരിയസ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ പോവാം. അങ്ങനെ ആയിരിക്കണം. അങ്ങനല്ലേ? പിന്നെ അതിന് സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെ ഇനി സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. എതിരായിട്ട് സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നുമില്ല, ഒന്ന് സീരിയസ്. ഇവിടെ റൈറ്ററേയും ഡയറക്ടറേയും ഇവിടെ ഇരുത്തേക്കാണ്. അതൊരു നടനും കൂടിയാണ്. പക്ഷെ എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. അവരൊന്ന് മാറ്റിയിരുത്തിട്ട് ഈ ഗ്യാപ്പില്ല, എതിരാളിയെ കാണത്തില്ല. ഇവിടെ ബാലു നോക്കണം. ക്രിയേറ്റേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനെ ക്രിയേറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഞാനോ നിങ്ങൾ മാറിയിരുന്നു. നിങ്ങളോ ആ ക്രിയേറ്റർ? സിനിമയെ കുറിച്ച് അറിയുന്നു പറയും. ഇതിനെ എങ്ങനെ സഹിച്ചു നിങ്ങളെല്ലാവരും? നിങ്ങളെ എങ്ങനെ കേരളം സഹിക്കുന്നു അതുപോലെ എന്നെയും സഹിക്കും. അങ്ങനെ കൈ കൊടുക്കാൻ പോയാൽ ഇനിയും വരേണ്ടവരുണ്ട്. എല്ലാ അവസാനം കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് അവസാനം കൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സുമതിയോള് നല്ലൊരു സിനിമ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു നമ്മളെല്ലാവരും. ഞാൻ വേറെ നമ്മുടെ സുമതിമാരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർ പറഞ്ഞല്ലോ, അവരും പല കഥകൾ കേട്ടിട്ടുണ്ട്. ബാലു ഇന്നാൾ അവരെ കൊണ്ട സുമതിയോട് കാണിക്കാൻ ഇപ്പം ഒരു ഓഡിയോ ഇട്ട് പേടിപ്പിച്ചു. നമ്മളെല്ലാരും കൂടി അഭിലാഷ് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ അവരുടെ ലൊക്കേഷൻ ജീവിതമൊക്കെയാണ് പറഞ്ഞത്. ഈ കഥ എഴുതുമ്പോൾ അഭിലാഷ് എത്ര നാളത്തെ ഒരു ഈ സുമതി വളവിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ കഥ എഴുതുമ്പോൾ എത്ര നാളത്തെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു? കഥ എഴുതിയത് എനിക്ക് 2019 ഞാൻ ആദ്യമായിട്ട് ഈ കഥ അർജുനോട് പറയുന്നത്. അർജുൻ വിഷ്ണുവിടെ അതിന് മുന്നേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഇതല്ലായിരുന്നു, മൊത്തത്തിൽ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. അന്ന് കഥ കേട്ട് അവൻ ഭയങ്കര അന്ന് വേറൊരു കാലഘട്ടത്തെ പരിപാടി. സോറി, അച്ഛൻ്റെ സൗണ്ട് ആക്ച്വലി പറഞ്ഞത് ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിലെ സമയം അങ്ങനെയല്ലേ പറഞ്ഞോളൂ. ഞാൻ വേണേ പറയാം. അപ്പോൾ ഞാനും ശരിക്കും ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കാലത്ത് സുമതിയോള് അവിടെ പോയിട്ടുണ്ട്. ഈ പറയുന്ന അതിനെപ്പറ്റി അതിന്റെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സിനിമയിലെത്തിയപ്പോൾ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു മിത്ത് സിനിമയായി കാണണമെന്ന്. അപ്പോൾ മാളികപ്പുറം കഴിഞ്ഞപ്പോൾ വിഷ്ണു ഞാനും ഞങ്ങൾ അടുത്ത പടം ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പുതിയൊരു ഫോം എഴുതാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഒരു തവണ അർജുൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് ആദ്യമായിട്ട് നമുക്കിത് എന്തുകൊണ്ട് ഒരു 90s വൈബ് പിടിച്ചുകൂടാ. അതിൻ്റെ മെയിൻ കാരണം ഇന്നത്തെ ടെക്നോളജിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു കാലഘട്ടത്തിൽ ഈ കഥ പറഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവില്ല. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഇത് 90s കഥ പറയാം എന്ന് വരുന്നതും മണിച്ചത്താഴൊക്കെ അത് ആഡ് ഓൺ ആയി വരുന്നതും മറ്റു സംഭവങ്ങൾ. അപ്പം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇതൊരു വലിയ പ്രൊജക്റ്റാണെന്ന് അറിയാം, വലിയ ബഡ്ജറ്റിൽ ഒരുക്കണമെന്നും അറിയാം. അപ്പം മാളികപ്പുറത്തിൻ്റെ ഒരു സക്സസ് ഞങ്ങളെ ഗുണം ചെയ്തു. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നു, മുള്ളിച്ചേട്ടൻ വരുന്നു, പ്രൊഡ്യൂസർ വരുന്നു. അതിനുശേഷം തിങ്ക് സ്റ്റുഡിയോസ് വരുന്നു. പിന്നീട് ഇപ്പം ഗോകുലം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു വലിയ പടമായി മാറുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.